ഭാരത സർക്കാരിൻ്റെ തീരുമാനമായിരുന്നു വന്ദേ മാതരം എല്ലാ പരിപാടികൾക്കും ഔദ്യോഗിക പരിപാടികൾക്ക് മുമ്പ് ആലപിക്കണമെന്നുള്ളത്. ഇത് നിയമസഭയിൽ വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഒന്നാമത്തെ സ്റ്റാൻസ് മാത്രമാണ്, പൂർത്തിയാക്കി പോലുമില്ല. അങ്ങനെയാണ് ഈ പറയുന്ന ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മുമ്പ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേശീയ ഗാനവും ആലപിക്കുന്നു. ഇതിനകത്ത് ഈ കോൺഗ്രസിന് എന്ന് മുതലാണ് 1893 തോന്നുന്നു ആദ്യമായിട്ട് വന്ദേമാതരം ആലപിക്കുന്നത്. എന്ന് മുതലാണ് കോൺഗ്രസിന് വന്ദേ മാതരത്തോട് ഇത്ര വെറുപ്പ് വന്നത്? ഇപ്പോഴത്തെ നിയമസഭയിൽ എനിക്ക് തോന്നുന്നു ഈ വന്ദേമാതരം മുഴുവൻ പാടിയില്ല. ഇല്ല. അത് പ്രധാനമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് വന്ദേമാതരം ഇഷ്ടമല്ല. ഇപ്പം ഇടയ്ക്ക് മറ്റേ ആ ഒരു സൽഫിയുടെ ഇളക്കെ തന്നെ പറഞ്ഞല്ലോ. അതെ. അതായത് ഇവർ ഭരണഘടനയ്ക്ക് ഉപരിയാണ് ഇവരെ സംബന്ധിച്ച് കണക്കിൽ. മുസ്ലിങ്ങൾ ഭരണഘടനയ്ക്ക് അതീതരാണ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒന്നിനെ അവർക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിലാണ് ഇതിനകത്ത് വന്ദേമാതരത്തിനകത്ത് പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ എതിർക്കുന്ന രണ്ട് വിഭാഗക്കാരാണ്. ഒന്ന് ജമാഅത്തെ ഇസ്ലാമി, രണ്ടാമത്തത് CPM. ഈ രണ്ടുപേർക്ക് ഇതിനെതിരാണ്. പിന്നെ മുസ്ലിം ലീഗ്. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് എതിരല്ല സത്യത്തിൽ. പക്ഷെ കോൺഗ്രസിന് നയമില്ല. കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട വസ്തുത 1900 തുടക്കം തുടങ്ങിയിട്ട് തന്നെ കോൺഗ്രസ് ആണ് വന്ദേമാതരം രംഗത്ത് കൊണ്ടുവന്നത്. ആനന്ദമഠത്തിലുണ്ടായിരുന്ന ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠത്തിലുണ്ടായിട്ടുള്ള വന്ദേമാതരം എന്ന് പറയുന്ന കൃതി ദേശീയ ഗീതമായിട്ട്, ദേശീയ ഗാനത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതും അതിനാദ്യമായിട്ട് ആലപിച്ചതും രവീന്ദ്രനാഥ ടാഗോറാണ്. അത് കോൺഗ്രസിൻ്റെ ഗീതമാണ്. കോൺഗ്രസിൻ്റെ പാർട്ടി പരിപാടികൾ നിരന്തരമായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നത് 1900-കളിലൊക്കെ ഉണ്ടായിരുന്നു. 1921 വരെ അത് നിരന്തരമായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നത് കോൺഗ്രസ്സുകാരാ. അത് രവീന്ദ്രനാഥ ടാഗോർ അടക്കമുള്ള ആളുകൾ. അപ്പോൾ കോൺഗ്രസിന് തർക്കം ഉണ്ടായിരുന്നില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോ മഹാത്മാഗാന്ധിക്കോ സർദാർ പട്ടേലിനോ ആർക്കും തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. തർക്കം വരുന്നത് പ്രധാനമായിട്ട് ആലി സഹോദരന്മാരെ ഇതിനകത്തേക്ക് ചേർക്കുന്ന സമയത്താണ്. കോൺഗ്രസിൻ്റെ നേതൃപദവിയിലേക്ക് ആലി സഹോദരന്മാർ വന്നു. ഷൗക്കത്ത് അലി, മുഹമ്മദ് അലിയും. 1923 ഷൗക്കത്ത് അലി അതിൻ്റെ പ്രസിഡന്റായി. ആ ഷൗക്കത്ത് അലി പ്രസിഡന്റായതിനു ശേഷമാണ് വന്ദേമാതരം വേണ്ട. കാരണം വന്ദേമാതരം എന്താ കാരണം? അത് ഭാരതത്തിൻ്റെ ഗീതമാണ്, ഭാരതീയ ദേശീയതയുടെ ഗീതമാണ്. അതുകൊണ്ട് വന്ദേമാതരം ചൊല്ലാൻ പാടില്ലെന്ന് ആദ്യമായിട്ട് കോൺഗ്രസ് സമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചത് ആലി സഹോദരന്മാരിൽ പ്രമുഖനായിരിക്കുന്ന ഷൗക്കത്ത് അലിയാണ്. പിന്നെ നമുക്ക് ചരിത്രം അറിയാലോ ഷൗക്കത്ത് അലിയുടെ. ഷൗക്കത്ത് അലി അന്ന് ആ സമയത്ത് മുഹമ്മദ് അലി ജിന്ന ഷൗക്കത്ത് അലി വലിയ ഫൈറ്റ് ഉണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള ഫൈറ്റിൻ്റെ കാരണം മുസ്ലിം വിഭാഗത്തിലെ ജാതീയതയായിരുന്നു. ഇവർ സുന്നികളാണ്. ജിന്ന എന്ന് പറഞ്ഞാൽ ഷിയ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ആ ഷിയ വിഭാഗത്തിൽപ്പെട്ടവരെ കോൺഗ്രസിൽ നിന്ന് ഒന്നിനൊന്നായിട്ട് പടിയടച്ച് പിണ്ണം വെക്കലായിരുന്നു ആലി സഹോദരന്മാരുടെ ദൗത്യം. അവർ കേരളത്തിൽ വന്നല്ലോ. കേരളത്തിൽ അവർ 1921 മാപ്പിള ലഹളയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വന്നത് ഈ ഷൗക്കത്ത് അലിയാണ്. അതിൻ്റെ സൂത്രധാരന അയാളാണ് ഇവിടെ വന്നിട്ട് കേരളത്തിലെ കടപ്പുറത്ത് വന്നിട്ട് മഹാത്മാഗാന്ധിയോടൊപ്പം അയാൾ പ്രസംഗിച്ചു. ഷൗക്കത്ത് അലി എന്തായാലും പ്രസംഗിച്ചത് അവിടെ തുർക്കിയിലെ ഖലീഫയെ മാറ്റുന്നു, അതിന് സമരം നടക്കുന്നു, ആ സമരത്തെ നിങ്ങൾ മുസ്ലിങ്ങൾ പിന്തുണയ്ക്കണം, അതിനെതിരായിട്ട് വരുന്നവരെ മുഴുവൻ നിങ്ങൾ കശാപ്പ് ചെയ്യണം എന്നാവശ്യപ്പെട്ടത് അന്നത്തെ കോൺഗ്രസ് നേതാവായിട്ടുള്ള ഷൗക്കത്ത് അലിയാണ്. ഈ ഷൗക്കത്ത് അലി ആയിരുന്നു വന്ദേമാതരത്തിനെതിരെ. ഈ ഷൗക്കത്ത് അലി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ വാര്യംകുന്നിനടക്കമുള്ള തീവ്രവാദികളായിരിക്കുന്ന ഇസ്ലാമിക മത മേധാവികൾ എന്ന് പറയുന്ന ആളുകൾ അവർ രംഗത്തേക്ക് വരുന്ന ആ സമയത്താണ്. അവർ 100 കണക്കിന് ആളുകളെ കൊന്നു, 10,000-കണക്കിന് ആളുകൾ മതം മാറ്റി, ലക്ഷക്കണക്കിന് ആളുകളെ കുടുംബങ്ങൾ ഇല്ലാണ്ടാക്കി നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ വലിയൊരു പാരമ്പര്യമുള്ളത്. മാപ്പിള കലാപത്തിൻ്റെ സൂത്രധാരകൻ ആരാണെന്ന് ചോദിച്ചാൽ എനിക്കൊരു സംശയവുമില്ല, അത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ഷൗക്കത്ത് അലിയാണ്. അതിനുശേഷമാണ് അയാൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി. പിന്നെ അയാൾ 1929 അയാൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. 1930 അയാൾ മുസ്ലിം ലീഗിൽ ചേർന്നു. അയാൾ മുസ്ലിം ലീഗിൻ്റെ ഓൾ ഇന്ത്യ അധ്യക്ഷനായി. എന്ന് പറഞ്ഞാൽ അയാളുടെ യഥാർത്ഥമായുള്ള സ്ഥാനം അത് മുസ്ലിം ലീഗായിരുന്നു. ആ മുസ്ലിം ലീഗായിരുന്നു ശരിക്ക്. അവർ ജിന്നയ്ക്കെതിരായി ഇയാൾ ജിന്നയോടൊപ്പം ഇയാൾ ചേർന്നു. ഇയാൾ പാകിസ്ഥാൻ രൂപീകരണത്തിൻ്റെ ഭാഗക്കാരനാണ്. കോൺഗ്രസിൻ്റെ ഒരു കാലത്ത് അധ്യക്ഷനായിരുന്ന ആള് പിൽക്കാലത്ത് ലീഗിൽ ചേർന്നു. അയാൾ വന്ദേമാതരത്തിനെതിരാണ്. ഈ വന്ദേമാതരത്തെ എതിർക്കുന്നവരെല്ലാവരും അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം മതം മാത്രം ലക്കാക്കിയിട്ടുള്ളവരാണ്. അവർക്ക് പ്രധാനം മതമാണ്. ഈ മതമാണ് പ്രധാനമെന്ന് ധരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ വന്ദേമാതരത്തെ എതിർക്കാതിരിക്കാൻ നിവൃത്തിയില്ല. വന്ദേമാതരം എന്തായിരുന്നു ശരിക്ക്? അവിടെ കൽക്കട്ടയുടെ ബംഗാളിൻ്റെ വിഭജനം കൊണ്ടുവന്ന സമയത്ത്, അവിടെ കടുത്ത ദാരിദ്ര്യമുണ്ടായ സമയത്ത്, ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ച സമയത്ത്, ആ പറയുന്ന ബംഗാൾ വിഭജന സമയത്ത് ഒരു നാടിനെ ഏകതയിലേക്ക് കൊണ്ടുവന്ന് വന്ദേമാതരമാണ്. അതുകൊണ്ടാണത് രവീന്ദ്രനാഥ ടാഗോർ അത് ആലപിക്കാനുള്ള കാരണം പ്രധാനമായിട്ട് അതാണത്. ബങ്കിംചന്ദ്ര ചാറ്റർജി തന്നെ നോവലിൽ ഇത് ഉൾപ്പെടുത്താനുള്ള കാരണം അതാണത്.
അങ്ങനെയുള്ള വന്ദേമാതരം ആലപിക്കേണ്ടത് ഇന്ത്യക്ക് അനിവാര്യമാണെന്നുള്ളത് ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മഹാനായിരിക്കുന്ന BR അംബേദ്കർ അദ്ദേഹം ഭരണഘടന എഴുതിയ സമയത്ത്, അതേപോലെ തന്നെ ദേശീയ ഗാനമായിട്ട് ജനഗണമന തീരുമാനിച്ച സമയത്ത് തത്തുല്യമായിട്ടുള്ള രീതിയിൽ തന്നെ തുല്യമായ രീതിയിൽ ദേശീയ ഗീതവും ഭാരതത്തിന് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 2 ഗീതങ്ങൾ വരുന്നത്. ഒന്ന് രവീന്ദ്രനാഥ് ടാഗോർ രചിച്ചിരിക്കുന്ന ജനഗണമനയും അതുപോലെ തന്നെ ബങ്കിംചന്ദ്രൻ രചിച്ചിരിക്കുന്ന വന്ദേമാതരവും. ഇത് രണ്ടും ഭാരതത്തിൻ്റെതാണെന്ന് തീരുമാനിച്ചത് ആദ്യകാലത്തെ കോൺഗ്രസ് നേതാക്കന്മാരാ. അതിനകത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു, അതിനകത്ത് സർദാർ പട്ടേൽ ഉണ്ടായിരുന്നു, അതിനകത്ത് മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു, അതിനകത്ത് BR അംബേദ്കർ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരാണ് കോൺഗ്രസ്. അന്നത്തെ BR അംബേദ്കറുടെ കോൺഗ്രസിനെതിരാണ് ഇന്നത്തെ കോൺഗ്രസ്, അല്ലെങ്കിൽ സർദാർ പട്ടേലിന്റെ കോൺഗ്രസിനെതിരാണ് ഇന്നത്തെ കോൺഗ്രസ്. പക്ഷെ ആകെയുള്ളത് ഒരു പരിധിവരെയൊക്കെ ഒരു നെഹ്റുവിനെ അംഗീകരിക്കാനുള്ള കാരണം നെഹ്റുവിന്റെ പേരക്കുട്ടിയാണല്ലോ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാവ്. അതിന്റെ പേരിൽ മാത്രം നെഹ്റുവിന് ഒരു ചെറിയ എന്താ പറയുക ഒരു ചെറിയ അംഗീകാരം നെഹ്റുവിന് കൊടുക്കുക. അതിന്റെ പേരിൽ മാത്രം നെഹ്റുവിനെ അംഗീകരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, കോൺഗ്രസ് പ്രസ്ഥാനം ഇന്നിപ്പോ വന്ദേമാതരത്തിനെതിരായിട്ട് നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിക തീവ്രവാദങ്ങളെ അവരേറ്റവും കൂടുതൽ പ്രീണിപ്പിക്കുന്നതിനെയാണത്. ആ ഇസ്ലാമിക തീവ്രവാദ പ്രീണനത്തിന്റെ ഫലമായിട്ട് ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പറഞ്ഞത് ഞങ്ങൾക്ക് പാടാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ മതത്തിന് നിരക്കുന്നതല്ല, ഞങ്ങളുടെ മതത്തിനെതിരാണ് ഈ സാധനം എന്ന് ജമാഅത്ത് ഇസ്ലാമിയും അതിനെ പിരികൊളുത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെയും നയപരിപാടികൾ കേരളത്തിൻ്റെ അസംബ്ലിയിൽ നടപ്പിൽ വരുത്തി തുടങ്ങി എന്നുള്ളതാണ് ഈ പറയുന്ന വന്ദേമാതരം വേണ്ട എന്നുള്ള തീരുമാനത്തിൻ്റെ അകത്ത് മുഖ്യമായിട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇത് കോൺഗ്രസിൻ്റെ ഇംഗിതമല്ല, ലീഗിൻ്റെയും അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളുടെയും അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു ചട്ടുകമായിട്ട് കോൺഗ്രസ് മാറിയത് കൊണ്ട് മാത്രമാണ് എന്നാണോ? അല്ല, അതിനകത്ത് അതങ്ങനെ തന്നെ വേണം ധരിക്കാൻ. കാരണം ഇപ്പോൾ കോൺഗ്രസിന് ഒരിക്കലും വന്ദേമാതരത്തെ എതിർക്കാൻ പറ്റില്ല. അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ദേശീയ ഗീതമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് വന്ദേമാതരമാണ്. വന്ദേമാതരത്തിൻ്റെ കഥയൊക്കെ ഉണ്ട്. ആ വന്ദേമാതരത്തിൻ്റെ കഥ കോൺഗ്രസ്സുകാരുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണ്. ബങ്കിംചന്ദ്ര ചാറ്റർജി പറഞ്ഞ കഥയാണത്, രവീന്ദ്രനാഥ ടാഗോർ ആലപിച്ച കഥയാണത്. ഇങ്ങനെയുള്ള ഒരു വലിയ സംവിധാനത്തെ ഇന്ന് എതിർക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇപ്പം ലീഗിനെ കുറിച്ച് പോലും കേരളത്തിൽ ലീഗ് പോലും വല്ലാതെ മാറിയിരിക്കുന്നു. ആ ലീഗ് ഇന്ന് ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയായിട്ട് മത്സരിക്കുകയാണ്. ഇസ്ലാമിക തീവ്രവാദത്തിനെ കൂടുതൽ സംരക്ഷിക്കാൻ സാധിക്കുന്നത് തങ്ങൾക്കാണെന്ന് ബോധ്യപ്പെടുത്തുവാനായിട്ടുള്ള വലിയ പരിശ്രമത്തിലാണ് കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും. ലീഗ് അതിൻ്റെ ഭാഗമാണ്. ആ ലീഗിന് സ്വന്തമായിട്ടുള്ള അസ്തിത്വമൊന്നുമില്ല. ലീഗിൻ്റെ നമ്മൾ ആദ്യം കേട്ടിട്ടുണ്ട്, ലീഗുകാർ വളരെ മിതവാദികളാണ്, അവർക്ക് അല്പം സാമ്പത്തിക കാര്യങ്ങൾ മാത്രമേ താല്പര്യമുള്ളൂ, അവർക്ക് മന്ത്രിസ്ഥാനങ്ങൾ മാത്രമേ താല്പര്യമുള്ളൂ, അത്യാവശ്യം 2 പെണ്ണുങ്ങളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ലീഗുകാർ വളരെ ഹാപ്പിയാണ് എന്നൊക്കെയാണ് ലീഗുകാരെ കുറിച്ച് ധരിച്ചത്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ലീഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ B ടീമാണ്. ഒരു സംശയ കരുതില്ല. ഇസ്ലാമിക തീവ്രവാദത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നവരാണ്. ലീഗിൽ ധാരാളം പേര് കുഞ്ഞാലിക്കുട്ടിക്കും പാണക്കാട് തങ്ങൾക്കും എല്ലാം ഭീഷണി ഉയർത്തുന്ന തരത്തിൽ ഷാജിയെ പോലുള്ള ആളുകൾ ലീഗിനകത്തേക്ക് വളർന്നു വന്നത് ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ആ ഒരു ചട്ടുക ഉപയോഗിച്ചുകൊണ്ടാണ്. അവരതിനെ താങ്ങിപ്പിടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് ഒരുപക്ഷെ ലീഗിൻ്റെ ഇത്രയും കാലം ഉണ്ടായിരുന്ന നയപരിപാടികളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അപ്പം ലീഗിന് ഒരു കാരണവശാലും ഈ പറയുന്ന വന്ദേമാതരത്തെ അംഗീകരിക്കാൻ സാധ്യമല്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിക്ക് അത് ഇഷ്ടമല്ല, SDPIക്ക് അത് ഇഷ്ടമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് ഇഷ്ടമല്ല. അവരൊക്കെയാണെന്ന് ഇപ്പോൾ ലീഗിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലീഗും അതിനനുകൂലമല്ല. ആ ലീഗ് പറയുന്നത് തന്നെ നടപ്പിൽ വരുത്തേണ്ട പ്രസ്ഥാനമാണ് കോൺഗ്രസ്. കേരളത്തിൽ കോൺഗ്രസ് എങ്ങനെയാണ്? കേരളത്തിൽ കോൺഗ്രസ് ഞങ്ങൾ ഓൾ ഇന്ത്യ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് പഴയ കാലത്തും അങ്ങനെ തിരുവിതാംകൂർ കോൺഗ്രസ് ആയിരുന്നു. ഇവിടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വലിയ സമരത്തിലേക്ക് മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസ് ഉണ്ടായിരുന്ന സമയത്ത് കേരളത്തിൽ കോൺഗ്രസ് വരുമ്പോൾ ഞങ്ങൾ തിരുവിതാംകൂർ കോൺഗ്രസ് വേറെയാ. അങ്ങനെ തിരുവിതാംകൂർ കോൺഗ്രസ് പോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസ് മറ്റൊരു വേറെ കോൺഗ്രസ് ആണ്. അവർക്ക് വന്ദേമാതരത്തിൻ്റെ ആവശ്യമില്ല, അവർക്ക് PM ശ്രീ പദ്ധതി ആവശ്യമില്ല, അവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നയപരിപാടിയിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കണം. ഈ നാടിന് വിരുദ്ധമായുള്ള രീതിയിൽ ചിന്തിക്കുന്നതിലാണ് താല്പര്യമെന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർ അവരുടെ ഏറ്റവും വലിയ സംരക്ഷകരായിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, കോൺഗ്രസിൻ്റെ സംരക്ഷകരാണ് ജമാഅത്തെ ഇസ്ലാമി, അതേപോലെ തന്നെ മുസ്ലിം ലീഗ്, അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ സംരക്ഷകരുടെ താല്പര്യത്തിന് തുള്ളുന്ന
ഒരു വസ്തുവായിട്ട് ഇന്ന് കേരളത്തിൽ കൊണ്ട് മാറി എന്നുള്ളതാണ് ഈ വന്ദേമാതര ഗാനാലാപനത്തിൻ്റെ വരികൾ മുറിച്ചു മാറ്റുന്നതിലൂടെ നമ്മൾ തിരിച്ചറിയുന്നത് ശരിക്കതാണ്.